ഇവിടെയുള്ള അന്വേഷണ ഏജൻസിക്ക് അവർ ആ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണം നടത്തി അവിടെ സെർച്ച് നടത്തി വെളിയിലിറങ്ങി അവരുടെ ഓഫീസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ആക്രമണമെല്ലാം നമ്മൾ ദൃശ്യത്തിൽ കൂടെ കാണുകയും ചെയ്തു. അത് ആ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചതല്ലാതെ CPM-നെതിരായിട്ടോ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടോ അവരൊന്നും ശബ്ദിച്ചില്ല. അവർ ആ വീട് റെയ്ഡ് ചെയ്തു, വീണ വിജയനെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു എന്നല്ലാതെ അവർ പാർട്ടിക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ നിയമപരമായി ചെയ്യേണ്ട പ്രവൃത്തി അവർ ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഇപ്പം വരുന്ന സംഭവങ്ങൾ ഇത് CPM-ലെ നേതാക്കന്മാർ ഈ അക്രമത്തിന് കാരണക്കാർ അവരത് ഇളക്കി വിട്ടു. അങ്ങനെ 200 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300 പേർക്കെതിരായിട്ടാണ് കേസെടുത്തെങ്കിലും 200 പേരെ തിരിച്ചറിഞ്ഞതായിട്ടാണ് വരുന്നത്. അത് അറസ്റ്റിലേക്ക് വരും. അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ ഇപ്പം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരുടെ ജാമ്യമാണ് ഇപ്പോൾ നിഷേധിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആ ജാമ്യം കൊടുക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റശിക്ഷകൾ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് കൊടുത്തില്ല. അത് തന്നെയുമല്ല, ഇവർ സെഷൻസ് കോടതി പോയാലും ജാമ്യം ലഭിക്കില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. കാരണം അങ്ങനെ കൊടുക്കാൻ ഒക്കില്ല. രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് ചെയ്തത്. ഈ കേസ് ബംഗാളിലെ പോലെ തന്നെ CBI ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.